ഹലോ മൊത്തം താറ പൊക്ക ഞാൻ കൊന്നാള്. അതുകൊള്ളല്ലോ. ആ പുള്ളി ഒന്ന് പോയല്ലോ. ഓ ആരാ? നമസ്കാരം. ഈ ബിജുവിന്റെ വീടടാ. ഏത് ബിജു? ഈ ബിജു ഇല്ലേ? ഇവിടെ ഒരു ബിജു ഉണ്ട്. അത് ഈ ബിജു അല്ല, ഓ ബിജു. അവന്റെ അച്ഛന്റെ പേര് ഓമനക്കുട്ടനാ. ഞാൻ ഇഷ്ടമൊന്നും ചോദിച്ചില്ലല്ലോ. ബിജു അല്ലേ ചോദിച്ചത്? ബിജു അതാണ് ചോദിച്ചത്. നീ ഇത്ര ചൂടാവേണ്ട കാര്യം ചൂടാവേണ്ട കാര്യം എന്താ? ചൂടായില്ലല്ലോ. പിന്നെ നീ ഈ ബിജുവിന്റെ പേര് ചോദിച്ചാ ഞാൻ ഓ ബിജുവിന്റെ വീട് കാണിച്ചു തരും. അത് മതിയോ? അതൊക്കെ പോട്ടെ. നിന്റെ പേരെന്താ? എന്റെ പേരോ? വില്യം ഡിക്രൂസ് പെരേറ. വില്യം ഡിക്രൂസ് പെരേറ. അവിടെ വായിക്കൊള്ളാത്ത പേര് ഇട്ടോണ്ട് വന്നോളൂ. വായിക്കൊള്ളാത്ത പേര് ഇട്ടോണ്ടാണോ? ആരെങ്കിലും പേര് ചോദിക്കുമ്പോ അവൻ വായിക്കൊള്ളാത്ത പേര് ഇട്ടോണ്ട് വരും. നിന്റെ പേര് നീ പറഞ്ഞ പേരല്ല. നിനക്ക് ഞാനൊരു പേരിടും. എന്താ അറിയോ നിന്റെ പേര്? മധു. മധു? എന്റെ പപ്പ മമ്മിയുടെ പേര് വില്യം ഡിക്രൂസ് പെരേറ. താനത് മധു നിടുന്നോ? യൂസല സ്ഥലോ. കൊള്ളാം, അടിപൊളി. ലക്ഷ്മി, ലക്ഷ്മി, നീ ഇങ്ങോട്ട് വന്ന. മഹാലക്ഷ്മി ഇങ്ങോട്ട് ഇറങ്ങി വന്നടി. ഇതിയാണ് എന്തിട്ട് കേട്ടോ? എന്താ മനുഷ്യർന്ന് ഒച്ച വെക്കുന്നത്? കടമോത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ശരി, അപ്പൊ ഞാൻ ഇവിടെ ഒച്ച വെച്ച് നിനക്ക് ഷെയിമായി പോയല്ലേ? സത്യം പറയടി, ആരാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയെ? എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ ഒടുക്കത്തെ ഒരു സംശയം. ഇതിനായിട്ട് തല ഇടുത്തി വീഴ്ത്തേ ഉള്ളൂ. എന്റെ തല ഇടുത്തി വീണിട്ട് വേണം നിനക്ക് അവന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലേ? ഇവിടെ ആര് വന്നതാ നിങ്ങൾ ഈ പറയുന്നത്? ആരും വന്നില്ല. ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. പിന്നെ ഇത് ആർക്കാടി കാൽപ്പാട് നടക്കുന്നത്? അത് വല്ല പട്ടിയും പോയതായിരിക്കും. എന്നുപോലാണ് പട്ടിയൊക്കെ പാലകം ചെരുപ്പിടാൻ തുടങ്ങിയ. കള്ളം പറഞ്ഞത് കമ്പ്യൂട്ടർ കാലാണെന്ന് പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ കേട്ടാ. അത്ര വലിയ പുരോഗമനമുള്ള പട്ടിയൊന്നും ഈ കോളനിയില്ല കേട്ടാ. ഞാൻ വന്നു നടന്നിട്ട് തുടങ്ങിയ സംശയം ഇത് എന്റെ കൂടെ ജീവിച്ച മടുത്തു. അത് ശരി, അപ്പൊ നീ എന്റെ കൂടെ ജീവിച്ചു മടുത്തല്ലേ? എന്നാ നീ അവന്റെ കൂടെ പോയി ജീവിക്കും. ആ ചെത്തുകാരൻ ചായപ്പന്റെ കൂടെ. അവനോട് പറഞ്ഞേക്കണം, അവൻ വരുമ്പോ നീ പറഞ്ഞേക്കണം അവന്റെ ചെത്തൊക്കെ അങ്ങ് തെങ്ങാൻ മതി, അല്ലാതെ എന്റെ വീടിന്റെ പരിസരത്ത് കിടന്നുള്ള ചെത്തൊന്നും വേണ്ടെന്ന് പറയണം. നിങ്ങൾ ഈ പറയുന്ന പോലൊന്നും അല്ല, അയാളൊരു ശുദ്ധനാണെന്ന്. ആണോ? ശുദ്ധൻ ആ ദുഷ്ടന്റെ പോലെ ചെയ്യുന്ന അറിയോ? അവിടെ ഒരു ഇളക്ക പൊക്കോട് ഒറ്റിടിക്കാൻ പറ്റും കേട്ടോ. അവൻ ചെത്താൻ പോലില്ല. അവൻ ആ തെങ്ങിന്റെ മേളിൽ എന്നാ പാട്ടാ പാടുന്നത്. എന്നാ പാട്ട് പാടി? പാട്ട് പാടുന്ന അക്കരെ ഇക്കരെ നിന്നാൽ അങ്ങനെ ആശം തീരും. ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടാ. ഇവൻ വലിയ പാട്ട് പാടും. ഇവനാണ് ഐഡിയ സ്റ്റാർ സിംഗർ. അവൻ ഐഡിയ സ്റ്റാർ സിംഗർ ആണെങ്കിലേ ഞാൻ ജൂറി ആടി, ജൂറി കേട്ടോടി. അവന് ഞാനൊരു മാർക്ക് വെച്ചിട്ടുണ്ട്. റാസ്കളെ മൈൻഡ് എന്നതാ? അതൊക്കെ പോട്ടെ. നമ്മുടെ പുന്നാര മോളം അവളെ ഇങ്ങോട്ട് വിളിച്ച. എന്റെ മനുഷ്യ, അവൾ അകത്തിരുന്ന് പഠിക്കുവാ. എന്നാ അവളെ ഇങ്ങോട്ട് പുറത്തോട്ട് വിളിക്കും. ഇന്ന് ഞാൻ അവിടെ ഒരു പാഠം പഠിപ്പിക്കുന്നു. നീ വിളിക്കടി അവളെ. മോളെ ശാലു, ദേ അച്ഛൻ വിളിക്കുന്നു. എന്നെ വിളിച്ചു മമ്മി. മമ്മിയോ? എന്റെ ഡാഡി. ഡാഡിയോ? നീ ആരെ വിളിക്കുന്ന ആരെ? അത് അച്ഛനും അമ്മയും. അത് ശരി, സ്വന്തം അച്ഛനും അമ്മേനെയും കയറി അവിടെ ഒരു കൊന്നുകളെ. നിന്നെ ആ ട്യൂഷൻ പഠിപ്പിക്കുന്നവന്റെ പേരന്? അത് നമ്മുടെ അപ്പുറത്തെ ദിലീപേട്ടൻ. നമ്മുടെ ദിലീപേട്ടൻ. എന്താണ് ദിലീപേട്ടൻ ഇത്ര നീട്ടം? പഠിപ്പിക്കുന്ന സാറിനെ കയറി പോട്ടാന്ന് വിളിച്ചോണ്ട് ചേട്ടാന്ന്. ഇവിടെ ട്യൂഷൻ പഠിച്ചപ്പോ നീ എന്നെ എടുക്കുമായിരുന്നു ഇവിടെ? ഞാൻ അപ്പുറത്തിരുന്ന് ടി വി കാണുമായിരുന്നു. അതിനിവിടെ ടി വി ഇല്ലല്ലോ. നമ്മുടെ ഗഫൂർക്കാട് വീട്ടിലെ. ഗഫൂർക്കാട് വീട്ടില്. നമ്മുടെ ഗഫൂർ അല്ലേ? നമ്മുടെ ഗഫൂർ അല്ല, നിന്റെ ഗഫൂർ. ആ പെൺവാണിപ്പക്കാരനല്ലേ? എടി അഴിഞ്ഞാട്ടക്കാരി. ചേട്ടോ രണ്ടിനെ കൊന്നോളും കെട്ടടി. ചേട്ടോ എന്താ ഇവിടെ പ്രശ്നം? എവിടെ? ഇവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ. നീ ആയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കായിരുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു കല്യാണത്തിന് പോണ കാര്യം തീരുമാനിക്കുക. അത് ശരി, അപ്പൊ കല്യാണത്തിന് പോകുന്ന കാര്യം തീരുമാനിക്കുന്നുള്ളോ? അവിടെ ഒരു കല്യാണം കഴിഞ്ഞ അതറിഞ്ഞോ? ഇനി വന്നൊരു കാര്യം പറയട്ടെ. ആ വാസുവിന്റെ മോളെ രഹസ്യമായിട്ട് ഒരുത്തന്റെ ഒളിച്ചോടി പോയി, അതറിഞ്ഞോ? അത് ശരി, അവര് രഹസ്യമായിട്ട് ചെയ്ത കാര്യമാണ് നീ ഈ നാട് മുഴുവൻ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്റെ പൊന്നേട്ടാ, നമ്മൾ നമ്മളുടെ ഇരിപ്പിന്റെ പുറത്ത് ഞാനങ്ങ് പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ തന്നെ ഇത്ര ഇരിപ്പ്? അല്ല, ഇവിടെ ഒരെണ്ണം വളർന്നു വരുന്നുണ്ടല്ലോ, അത് ചേട്ടനങ്ങ് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. അത് ശരി,
അപ്പൊ നീ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നീ അങ്ങനെ ശ്രദ്ധിക്കണ്ട കേട്ടോ. അവളെ ശ്രദ്ധിക്കാൻ ഞാനിവിടെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കാൻ ഒരു ശ്രദ്ധാലു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോകും. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ മോള് കേട്ടല്ലോ. എന്റെ മോക്ക് ഇതുപോലൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടെ? മനുഷ്യ, ആവശ്യമില്ലാത്ത കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കരുത്. നിനക്കത് ആവശ്യമില്ലായിരിക്കും, പക്ഷെ എനിക്കതെന്റെ ആവശ്യമാണ്. കാലം കുടിച്ചു വന്നിരിക്കുന്നു. ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ. ലക്ഷ്മിയെ, ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണേ. ഇനി ആരാ പാലകം ചെരിപ്പിട്ടോണ്ട് ഇതിലെ വരുന്നെന്ന് എനിക്കൊന്ന് കാണണം.